ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഹാപ്പി ഹോംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂട്ടുകാരെ, ഞാനിന്നിവിടെ നല്ല പച്ച മാങ്ങയും ചക്കക്കുരും അതുപോലെ തന്നെ മുരിങ്ങക്കായും തക്കാളിയൊക്കെ ചേർത്ത് നല്ലൊരു ചെമ്മീൻ കറി വെച്ച് കാണിച്ചുതരാം. നല്ല നാടൻ സ്റ്റൈല്, നല്ല അടിപൊളി ഒരു ചെമ്മീൻ കറി. ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ മുരിങ്ങക്കായും അതുപോലെ തന്നെ ചക്കക്കുരും ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ടട്ടെ. അതിലേക്ക് ആവശ്യത്തിന് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച്, ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ടെ അതൊന്ന് വേവിക്കാനായിട്ട് അങ്ങോട്ട് വെച്ചു അടുപ്പത്തേക്ക്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് അരപ്പിന് ആവശ്യമായിട്ട് ഒരു അരമുറി തേങ്ങയുടെ പകുതി തേങ്ങ ചിരവിയതും, കുറച്ച് കറിവേപ്പിലയും, അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയൊരു സ്ലൈസ്, അതുപോലെ തന്നെ ഒരു പച്ചമുളക്. അപ്പോൾ ഈ പച്ചമുളക് അത്യാവശ്യം വലിയ നീളത്തിലുള്ള ഒരു പച്ചമുളകാണ്. അപ്പോൾ ഒരു പച്ചമുളക് അല്ലെങ്കിൽ 2 പച്ചമുളക് ചേർത്താൽ മതിയാവും. അതും അങ്ങോട്ട് ഇട്ടട്ടെ. പിന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകവും കൂടിയും ഇതിലേക്ക് ഇടണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണേ. അടുപ്പത്തേക്ക് വെച്ചേക്കണ മുരിങ്ങക്കായും ചക്കക്കുരുക്കെ നല്ലവണ്ണം അങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആ റെഡിയാക്കി വെച്ച ചെമ്മീൻ ആദ്യം കൊണ്ട് ചേർത്ത് കൊടുക്കാം. കാരണം ചെമ്മീന് കുറച്ച് വേവുണ്ടല്ലോ. ചക്കക്കുരുവിനെ മുരിങ്ങക്കായനൊക്കെ അപേക്ഷിച്ച് ചെമ്മീൻ അധികം വേവൊന്നുമല്ല. ഒരു 10 മിനിറ്റ് വേവ് കൊണ്ട് തന്നെ ചെമ്മീൻ റെഡിയായി കിട്ടും. അതിൻ്റെ ഒപ്പം ആദ്യം തന്നെ ഇതിട്ട് വേവിക്കാത്തത്. അപ്പം ചെമ്മീൻ അങ്ങോട്ട് ഇട്ടിട്ട് ഏകദേശം അങ്ങോട്ട് റെഡിയായിട്ട് വരുമ്പോഴേക്ക് അതിലേക്ക് ആ കട്ട് ചെയ്ത മാങ്ങയും അതുപോലെ തന്നെ ആ തക്കാളിയും ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ മാങ്ങ ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പുളി കൂടിപ്പോവേ. നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പം തക്കാളി ഇട്ടാലും അത്യാവശ്യം പുളി വരും. അതുകൊണ്ട് തന്നെ ചെറിയൊരു കഷ്ണം മാങ്ങയാണ് ഞാൻ എടുത്തേക്കണേ. അപ്പം അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തിട്ടേ. അപ്പം ഇതിലേക്ക് ഇനി ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ആദ്യം കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ടിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തിട്ടേ ഇതിലൊരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആ മുളക് പൊടിയും കൂടി അങ്ങോട്ട് ചേർത്ത് ഒന്ന് ഇളക്കിയിട്ടേ ഒന്ന് അടച്ച് വെച്ച് അങ്ങോട്ടൊന്ന് വേവിച്ചങ്ങോട്ട് എടുക്കാം എല്ലാം കൂടി. ഇതങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റിയിട്ടേ ഇപ്പം അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് അതും കൂടി ഒന്ന് കഴുകി അങ്ങോട്ട് ഇട്ടിട്ടേ നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളയ്ക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതങ്ങോട്ട് തിളച്ചങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മുടെ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ വേണ്ടതേ ഇതിലേക്ക് കുറച്ച് താളിച്ചിടാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം സവാളയാണ് എടുത്തേക്കണത്. ഏറ്റവും നല്ലത് ചെറിയുള്ളിയാണ് ഇതൊക്കെ താളിച്ചിടാനായിട്ട്. അടുപ്പത്തേക്ക് ഒരു പാൻ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തേങ്ങ അരച്ച കറിക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ല ബെസ്റ്റ്. അങ്ങോട്ട് ഒഴിച്ചിട്ടെ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് അങ്ങോട്ട് ഇട്ടേ അതങ്ങോട്ട് പൊട്ടി വരുമ്പോഴേക്കും ഒരു 2 വറ്റൽമുളകും ആ സവാള ചെറുതായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തതാണേ അതും കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് മൂപ്പിച്ച് അങ്ങോട്ട് കറിയിലേക്ക് കൊണ്ട് ചേർത്ത് കൊടുക്കണം. ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പം അതങ്ങോട്ട് ആ കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചക്കക്കുരു മാങ്ങയൊക്കെ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഞാനേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കണത് 2 മുരിങ്ങക്കായ ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 തക്കാളി, ഈ മാങ്ങയുടെ ചെറിയൊരു കഷ്ണവും, അതുപോലെ തന്നെ കുറച്ച് ചക്കക്കുരുവാണ് ചേർത്ത് കൊടുത്തേക്കണത്. ഇതേപോലെയുള്ള റെസിപ്പികൾക്കായിട്ടേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.